ഇലക്ഷൻ സ്റ്റണ്ട് ആദ്യം പോകുന്നത് തൃശൂരിലേക്കാണ്. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ CPI നേതാക്കളുടെയെല്ലാം മുഖ്യ സഹായിയായി പ്രവർത്തിച്ച ഒരാൾ ഇക്കുറി തൃശൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയാണ്. തന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് തോളോട് തോൾ നിന്ന ജയദേവനു വേണ്ടി മുൻമന്ത്രി VS സുനിൽകുമാർ തന്നെ വോട്ട് തേടിയിറങ്ങി. VS സുനിൽകുമാറിന് പുറമെ P ബാലചന്ദ്രൻ, രാജാജി മാത്യു തുടങ്ങിയവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും ചുക്കാൻ പിടിച്ചയാളാണ് ജയദേവൻ. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്കിനി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പല MLA സ്ഥാനാർത്ഥികളോടൊപ്പം കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് VS സുനിൽകുമാറിനൊപ്പം കണ്ടിട്ടുള്ള പ്രധാനിയാണ് ജയൻ. അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണ്. ചേട്ടാ, പലപ്പോഴും സുനിലിൻ്റെ കൂടെയൊക്കെ തെരഞ്ഞെടുപ്പിന് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങാണ്. ഇത് എൻ്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമാണ്. അതിലുപരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ മത്സരിക്കുന്ന ഡിവിഷൻ 3 തവണകളായിട്ട് UDF ആണ് മത്സരിച്ചത്. അപ്പം അതുകൊണ്ട് ജയിച്ചത്. എന്തുകൊണ്ടും രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കാൻ എനിക്കാകും എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം എൻ്റെ ഈ പുറകിൽ കൂടി നിൽക്കുന്ന പ്രവർത്തകരുടെ ഒരു വല്ലാത്ത ആത്മാർത്ഥതയും കൂട്ടവും. അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല സ്ഥാനാർത്ഥികളും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഭംഗിയായി പൂർത്തിയാക്കാനും വിജയത്തിലെത്താൻ കഴിയും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. അതുപോലെ സുനിലേട്ടന് വേണ്ടി വോട്ട് പിടിക്കാനാണ് ജയേട്ടൻ ഇറങ്ങാറ്. ഇത്തവണ കൗതുകം എന്ന് പറഞ്ഞാൽ ആൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി സുനിലേട്ടൻ ഇറങ്ങി. എന്നെ എനിക്ക് വേണ്ടി മാത്രമല്ല, ജയനെ പാർട്ടി നിയോഗിച്ചുള്ള ഞാൻ തൃശ്ശൂർ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ, തൃശ്ശൂർ അസംബ്ലിയിൽ മത്സരിക്കുമ്പോൾ, P ബാലേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ, രാജാജി മാത്യു തോമസ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഈ 4 സ്ഥാനാർത്ഥികളുടെ കൂടെയും നിഴൽ പോലെ അവരുടെ ഓൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു കേഡറാണ് സഖാവ് ജയദേവൻ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ജനങ്ങളുമായിട്ട് ജയദേവനുള്ള ബന്ധം കൂടി കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ചുമതല കൊടുത്തത്. ഇപ്പോൾ ജയദേവൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയായ ജയദേവൻ വരുമ്പോൾ അന്ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ജയദേവൻ്റെ കൂടെ പോകണമല്ലോ എന്തായാലും. സുനിലേട്ടൻ്റെ ഒപ്പം ഓടിപ്പിടിക്കാൻ പണ്ട് പാടായിരുന്നു, ഇപ്പോഴും പ്രയാസം തോന്നുന്നു അല്ലേ? എന്താ മുതൽ അതും എളുപ്പമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. തൃശ്ശൂർ അയ്യന്തോളിൽ അങ്ങനെ പ്രചാരണം കൊഴുക്കുകയാണ്. പലപ്പോഴും സുനിൽകുമാർ അടക്കമുള്ള മന്ത്രിയായിരുന്ന സുനിൽകുമാറിനടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഒപ്പം നടന്ന ജയദേവൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ കൗതുകം അയ്യന്തോളിനുണ്ട്. എന്തായാലും വലിയ ജയപ്രതീക്ഷ അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.